നമുക്കറിയാം ഷഹബാസ് എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള വിദ്യാർത്ഥികളുടെ ചേരിപ്പോര് കാരണം മൃഗീയമായിട്ടുള്ള കൊലപാതകം നടത്തുകയും ആ കുട്ടികൾ ജയിലിൽ പോവുകയും പിന്നീട് അവർക്ക് പരീക്ഷ എഴുതാൻ വന്ന സമയത്ത് അവരെ കുട്ടികൾ ഗോ ബാക്ക് വിളിക്കുകയും ഈ അടുത്ത് കോരങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അവരുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവരെ എത്തിച്ച സമയത്ത് ആ കുട്ടികൾ ഒന്നടങ്കം റോഡിലിറങ്ങി അല്ലെങ്കിൽ ഗേറ്റിൽ നിന്ന് ആ വാഹനത്തെ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടത്തി വിടില്ല എന്ന് പറയുകയും ചെയ്ത മുദ്രാവാക്യമൊക്കെ വിളിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഈ ഒരു സംഭവത്തോടെ വിദ്യാർത്ഥിത്വം ഉണർന്നു, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ഇത്തരം വിഷയങ്ങളോടൊക്കെ സഹപാഠിയെ മർദ്ദിക്കുന്ന അല്ലെങ്കിൽ റാഗിങ്ങിന് ഇരയാക്കുന്ന സാഹചര്യങ്ങളോട് ഒക്കെ വിദ്യാർത്ഥികൾ ഏകദേശം അതിൽ നിന്നൊക്കെ അകന്ന് പലതരത്തിലുള്ള സൗഹൃദത്തിൻ്റെ മേഖലയിലേക്കൊക്കെ എത്തി എന്നൊക്കെയാണ് നമ്മളൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് കോടഞ്ചേരി സ്കൂളിൽ നിന്ന് ഒരു വീഡിയോ വരികയാണ്. താമരശ്ശേരിക്കടുത്ത കോടഞ്ചേരി സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയെ 13ഓളം വരുന്ന +2 വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂളിൻ്റെ ഊട്ടുപുരയുടെ അല്ലെങ്കിൽ അതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന വാഷ് ബേസിനോട് ചേർന്ന് ബാത്റൂമിനോടൊക്കെ ചേർന്ന് ഒരു സ്ഥലത്ത് വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു രംഗമാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയയിൽ കുട്ടികൾക്കെതിരെയുള്ള ഒരു അക്രമമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീഡിയോ പൂർണ്ണാർത്ഥത്തിൽ പ്ലേ ചെയ്യാൻ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിൽ കണ്ട ആ ഒരു വീഡിയോ നമ്മൾ കാണുമ്പം നമ്മളധികം അത്യന്തം ഞെട്ടിത്തരിച്ചു പോവുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെയൊക്കെ കൊച്ചനുജന്മാർ, അത് നമ്മുടെയൊക്കെ മക്കൾ, ഇവരൊക്കെ സ്കൂളുകളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ അവരുടെ കാരണം എന്തോ ആവട്ടെ, എന്തൊക്കെ പറഞ്ഞാലും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു സ്കൂളിനകത്തുണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ സ്കൂളിനകത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ചിരിക്കാത്തതിനടിക്കുക, അല്ലെങ്കിൽ നല്ല ഷർട്ട് ഇട്ട് വന്നതിനടിക്കുക, അല്ലെങ്കിൽ പേന ചോദിച്ച് കൊടുക്കാത്തതിനടിക്കുക, ഇതൊക്കെയാണ് അവരുടെ ലോകത്തുള്ള വലിയ വലിയ പ്രശ്നമെന്ന് പറയുന്നത്. ആ പ്രശ്നങ്ങളൊക്കെ ഈ രീതിയിലേക്ക് കുട്ടികളെ ആക്രമിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നതിനെ ഭയങ്കര ഭയവിഹ്വലതയോടെ രക്ഷിതാക്കൾ നോക്കിക്കാണുന്നുള്ളൂ എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഏതൊരു വീട്ടിലെയും ഒരു കുട്ടിയെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത് ആ രക്ഷിതാവ് അത്യന്തം ആധിയോടുകൂടിയാണ്. എന്ന് വെച്ചാൽ ആ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുട്ടി തൻ്റെ കൺമുന്നിൽ നിന്നും മായുന്നത് വരെ, ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കുട്ടികൾ നേരിട്ടുണ്ട്. ലഹരി മാഫിയ കുട്ടികളെ ഒറ്റിക്കൊണ്ടുപോകാൻ പലതരത്തിലുള്ള വഴികൾ നോക്കുമ്പോൾ രക്ഷിതാക്കൾ അവരുടെ മനസ്സിൽ ആദിയും വ്യതയും തീയുമാണ് അവരുടെ മനസ്സിലുള്ളത്. തൊട്ടപ്പുറത്താണ് തെരുവ് നായ്ക്കളുടെ ആക്രമണം, വന്യജീവി ആക്രമണം, ഇത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ ഒരു കുട്ടിയെ കരടി ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം. അതോടൊപ്പം ഈ പറയപ്പെടുന്ന കോടഞ്ചേരി അടക്കമുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഇതേ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യം. അതോടൊപ്പം ഇത്തരത്തിൽ പലതരത്തിൽ കുട്ടികൾ പലതരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്ന, അങ്ങനെയൊക്കെ കൺമുന്നിൽ നിന്ന് വിദ്യാർത്ഥി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് വരെ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുട്ടിയെക്കുറിച്ച് ആദിയാണ്. അതുമാത്രമല്ല, ആ കുട്ടി പഠിച്ച് വളരെ നല്ല നിലയിലെത്തി ആരോഗ്യ ദൃഢഗാത്രനായി നല്ല ഒരു ഭാവിയിലേക്ക് അവൻ കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് ഏതൊരു രക്ഷിതാവിൻ്റെയും സ്വപ്നമാണ്. അത്തരത്തിലാണ് എല്ലാ കുട്ടികളെയും അവനവൻ്റെ രക്ഷിതാക്കൾ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത്. അത്തരം കുട്ടികൾ അങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി കാണുന്ന സ്വന്തം മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ സ്കൂളിനകത്ത് നിന്ന് തൻ്റെ കുട്ടിക്ക് ഏൽക്കേണ്ടി വരുന്ന, സഹപാഠികളാൽ ഏൽക്കേണ്ടി വരുന്ന അതിക്രൂരമായ റാഗിങ് എന്ന് വിളിക്കാൻ പറ്റില്ല ഇപ്പോഴത്തെ സംഭവങ്ങളെയൊക്കെ. റാഗിങ് എന്ന് വിളിക്കുന്നത് അതൊരു തെറ്റായി പോകും. നേരെ മറിച്ച് അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏൽക്കാൻ കഴിയാത്ത അത്രമേൽ വലിയ പ്രഹരം സഹപാഠികൾ ഏൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു രക്ഷിതാവിൻ്റെയും നെഞ്ഞ് പിടഞ്ഞു പോകും. ഞാനീ പറയുന്ന ഈ പുതിയ സംഭവത്തിൽ 13 വിദ്യാർത്ഥികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 13 വിദ്യാർത്ഥികളും ഒന്ന് ആലോചിക്കുക, ഇത് അവർക്കാണ് ഏറ്റത് എങ്കിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? നിങ്ങളുടെ അച്ഛനമ്മമാർ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു വേദന, നിങ്ങൾക്കേറ്റ മർദ്ദനത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന വേദന, അവർക്കുണ്ടാകുന്ന വേദന എത്രയാണ് എന്ന് നിങ്ങളൊന്ന് സ്വയം ആലോചിക്കുക. ഇതിവിടം കൊണ്ട് തീരുന്നില്ല. മറ്റു പല സ്കൂളുകളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും, അങ്ങാടികളിൽ, ബസ് സ്റ്റാൻഡുകളിൽ കുട്ടികൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കൂട്ടം കൂടുമ്പോൾ അവർക്കിടയിൽ ഒരു പ്രത്യേക ആവേശവും അവരുടെ പ്രത്യേകമായിട്ടുള്ള രക്തം തിളക്കലും ഒക്കെ നടക്കും. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഈ അക്രമവാസനയോട്, ഒരു കുട്ടിയോട് കൂട്ടം ചേർന്ന് ചെയ്യുമ്പോൾ
അവരെ തടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം അവർ വേറൊരു മാനസികാവസ്ഥയിലേക്ക് പോവുകയാണ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമുക്ക് ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം സഹപാഠിയെ ആക്രമിച്ച് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റോൾ മോഡലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹീറോയിസോ പരിവേഷമോ ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ താൽക്കാലികമായിട്ട് ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ആലോചിക്കുക, ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഷഹബാസിന് സംഭവിച്ചതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രത്യാഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിട്ടുപോകാൻ കഴിയാത്ത വലിയ ഒരു ദുഃഖത്തിലേക്ക്, വലിയ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത്തരത്തിലുള്ള അപകടകരമായ പ്രവണതകളിൽ നിന്ന് മാറി നിൽക്കുക തന്നെ വേണം. സ്കൂൾ അധ്യാപകരോട് പറയാനുള്ളത്, സ്കൂൾ അധ്യാപകർക്ക് പലപ്പോഴും ഇത്തരം കുട്ടികളുടെ പ്രശ്നങ്ങളെ നോക്കി നിൽക്കാൻ കഴിയില്ല. ഇനി കൺമുന്നിൽ കാണുന്ന അക്രമങ്ങളെ തടയാൻ പോലും പറ്റാത്ത വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ചില പരിമിതികളും ഭയവും ഒക്കെ അവരെയും വേട്ടയാടുകയാണ്. കുട്ടികൾക്കിടയിലേക്ക് കടന്നു ചെന്നാൽ കുട്ടികൾ പഴയ കാലത്തെ കുട്ടികളല്ല. കുട്ടികൾ പലതരത്തിലുള്ള അക്രമങ്ങൾക്ക്, ആരോപണങ്ങൾക്കൊക്കെ അധ്യാപകരെയും വിധേയമാക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരെപ്പോ അവർക്ക് പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നു, ശമ്പളം വാങ്ങുന്നു, വീട്ടിലേക്ക് പോകുന്നു. അതല്ലാത്ത അധ്യാപകരുമുണ്ട്. ആരെയും അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ പരിമിതിയുണ്ട്. ഇവിടെ വേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം സംസ്ഥാന സർക്കാർ തലത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ റാഗിങ്ങിൻ്റെ നിയമങ്ങളൊക്കെ മാറി. ഇപ്പോൾ പുതിയ ഒരു നിയമം മാറുന്നതിനാവശ്യമായിട്ടുള്ള ഒരു കരട് സമർപ്പിച്ചിരിക്കുകയാണ്. ആ കരടിൽ പറയുന്നത് വാട്സപ്പ് വഴി ഉള്ള ഭീഷണിയാണെങ്കിൽ പോലും, ബോഡി ഷേമിംഗ് ആണെങ്കിൽ പോലും റാഗിങ്ങിൻ്റെ പരിധിയിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള സ്വാഗതാർഹമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കാനുള്ള ക്യാമ്പയിനുകൾ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. മദർ PTA നടക്കുന്ന സമയത്ത്, സ്കൂൾ അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് സ്കൂളിലെ കുട്ടികളോട് വളരെ കൃത്യമായിട്ട് ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് ഔട്ടായി പോകുന്ന അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന, ഡിസ്മിസ് ചെയ്യപ്പെടുന്ന നടപടികളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം. അവർ ഏൽക്കേണ്ടി വരുന്ന നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കണം. അതോടൊപ്പം തന്നെ സ്കൂളിനകത്തുണ്ടാകേണ്ട സൗഹൃദാന്തരീക്ഷത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക എന്നതൊക്കെ നമുക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഈ കരട് ഏകദേശം സമർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ അന്തിമ പഠനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് നിയമമാവുകയും നിയമജ്ഞരുടെ മുമ്പിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി അതിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ കുട്ടികളുടെ നിയന്ത്രണം വിടുന്നത് ഏത് സമയത്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ആവശ്യം പൊതുസമൂഹത്തിൻ്റെ ഒരു ഇടപെടൽ. രക്ഷിതാക്കൾ സ്വന്തം കുട്ടികളോട് പറയേണ്ടിയിരിക്കുന്നു, നിന്റെ കൈകളാൽ മറ്റൊരു കുട്ടി വേദനിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകരുത് മോനെ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഓരോ രക്ഷിതാവും അവൻ്റെ കുട്ടികളോട് ഉപദേശിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അത് ഉൾക്കൊള്ളുന്നൊരു തലമുറയും ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന, പറയപ്പെടുന്ന സാഹചര്യങ്ങൾ സ്കൂളിനകത്തുണ്ടാകണം, വീടുകൾക്കകത്തുണ്ടാകണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് സംബന്ധിച്ചുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരിക്കണം എന്നതാണ്. നിയമം വളരെ ശക്തമായി മാറിയെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള ഒരു പരിഹാരത്തിലേക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ സ്കൂളിലെ ഈ ഒരു CCTV ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് ക്രൂരമായ റാഗിങ്ങിന്, ഈ ഒരു മർദ്ദനം, ഈ ഒരു +1 വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ പേര് ഞാൻ പറയുന്നില്ല, കോടഞ്ചേരി സ്വദേശി തന്നെയാണ് അക്രമത്തിന് ഇരയായിട്ടുള്ളത്. ആ സ്കൂളിൽ നിന്ന് വിവരം അറിയിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ രക്ഷിതാവ് തന്നെ സ്കൂളിൽ എത്തുകയും ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് ആ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇത്തരം സംഭവങ്ങൾ ഇല്ലാതെ നോക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. അത് നിറവേറ്റപ്പെടണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. waytonikah.com, the exclusive Muslim matrimonial site.